ഇന്നൊരു മലയാളം ചാനലിൽ ഒരു ആങ്കർ എന്ന് പറയുന്നുണ്ട് വൈറ്റ് കോളർ ടെററിസം, അങ്ങനെ വൈറ്റ് കോളർ മോഡ്യൂൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അയാൾ വിശദീകരിക്കുകയാണ്, അതായത് ഈ ഭീകരന്മാർ പല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലുണ്ടാകാം. ഡോക്ടർമാരുടെ രൂപത്തിൽ, ടെലിവിഷനിൽ മാധ്യമപ്രവർത്തകരുടെ രൂപത്തിൽ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പ്രസംഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ടെറർ മോഡ്യൂളുകൾ ബസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം. കഴിഞ്ഞൊരു 25 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഇത്തരം ഓപ്പറേഷനുകൾ, സ്ഫോടനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അതിൽ കുറേ അധികം ആളുകളെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്, 10-20 വർഷം കഴിഞ്ഞ് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ മാധ്യമങ്ങളൊരു കഥ എഴുതുകയാണ്. ആ മാധ്യമങ്ങളുടെ കഥ അനുസരിച്ച് പിന്നീട് ഈ അന്വേഷണങ്ങൾ പോകുന്നു, കുറേ അധികം നിരപരാധികൾ പിടിച്ച് ജയിലിലിടുന്നു, 20 വർഷം കഴിഞ്ഞ് കോടതി അവരെ കുറ്റമുക്തരാക്കുന്നു. അങ്ങനത്തെ 100 കണക്കിന് മനുഷ്യരിപ്പോൾ ജീവിക്കുന്ന രക്തസാക്ഷികളുള്ള നാടാണ് ഇന്ത്യ. അവിടെ ഇരുന്നിട്ടാണ് NIA കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ, NIA ഇത് കേസെടുക്കുന്നതിന് UAPA ചാർത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ, ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെ പോലെ തന്നെ മലയാളത്തിലെ ചില മാധ്യമങ്ങളും നിന്ന് പ്രസംഗിക്കുകയാണ്. ഇങ്ങനെ സ്ലീപ്പർ സെൽസാണ്, ഡോക്ടർമാർ വൈറ്റ് കോളർ ടെററിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന ഒരു അപകടം എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഈ പറയുന്ന ടെലിവിഷൻ ആങ്കർ അയാൾ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു. നമുക്കിടയിൽ അത്തരം ആളുകളുണ്ടാകും. ഇതെന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുക ഇത്തരം പ്രസ്താവനകൾ? സമൂഹത്തിൽ വലിയ ഭിന്നതയും ചിതരതയും ഉണ്ടാകും. ഇന്ന് ഒരു BJP IT വിങ്ങിൻ്റെ ഒരാൾ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, യുവന്മാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കരുത്. അത് പറയുന്നൊരു ഒരു നമ്മൾ ഒരു പഴയ സിനിമയിൽ, ഒരു ഹിന്ദി സിനിമയിലെ ഒരു ക്ലിപ്പ് കട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. യുവന്മാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കരുത്, യുവന്മാർക്ക് വണ്ടി വയ്ക്കരുത്. ഇത് ബിഗോട്ടറി അല്ല, നമ്മുടെ സുരക്ഷ നോക്കിയിട്ടാണെന്ന്. അതായത് ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. സോഷ്യൽ മീഡിയ നമുക്ക് അവഗണിക്കാം. മലയാളത്തിലൊരു ടെലിവിഷൻ ചാനലിൽ ഒരു ആങ്കർ നിന്ന് പ്രസംഗിക്കുകയാണ് ഈ തരത്തിൽ നിങ്ങൾക്കിടയിലും ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൻ്റെ സമയത്ത് കണ്ടതാണ്, പുൽവാമ ആക്രമണ സമയത്തും പെഹൽഗാമിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു പാറ്റേൺ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നടക്കുന്നത് ഇന്ന് ബീഹാറിൻ്റെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്തുകൂടിയാണ്. അപ്പോൾ ബീഹാറിലൊക്കെ ഏത് രീതിയിലായിരിക്കും ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക, ഈ രീതിയിലുള്ള പ്രചാരണം എന്നത് നമുക്കറിയില്ല. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. അതെങ്ങനെയാണ് അവിടുത്തെ പോളിങ്ങിനെ സ്വാധീനിക്കുക എന്ന് നമുക്കറിയില്ല. എനിവേ, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. ഒരു കാറ് പൊട്ടി, അതിൽ എന്താണ് RDX ആണോ, RDXൻ്റെ ട്രേസസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമോണിയം നൈട്രേറ്റ് ആണ് ഉണ്ടതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളുള്ളത്. അത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല, പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥിരീകരിച്ച വിവരങ്ങളൊന്നും ഇല്ലാതിരിക്കുക നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നൊരു കാര്യമില്ല. അത് കൃത്യമായ അന്വേഷണം നടക്കണം, ആരാണെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഒരു 1995 മുതൽ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങൾ, അതായത് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലോ സൈന്യമായിട്ടുള്ള ഏറ്റുമുട്ടലോ ഒന്നുമല്ല പറയുന്നത്, സാധാരണ മനുഷ്യരെ, ഈ 8-9 പേരുടെ പേര് നമ്മൾ വായിച്ചു. അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂലിപ്പണിക്കാർ മുതൽ, സാധനം വാങ്ങാനിറങ്ങി വീട്ടമ്മ മുതൽ, വെറുതെ അവിടെ ബെഞ്ചിലിരുന്ന വയോധിക മുതൽ, ബസ് കണ്ടക്ടർ മുതൽ, അങ്ങനെ പലതരത്തിലുള്ള സാധാരണ മനുഷ്യനാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണങ്ങൾക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ ആദ്യം കുറേ അധികം നിരപരാധികൾ ജയിലിൽ പോകും, ഒരു 10-20 വർഷം കഴിഞ്ഞ് അവരെ കോടതി വെറുതെ വിടും. പിന്നീട് പല കൺഫെഷൻസ് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ മക്ക മസ്ജിദ് സ്ഫോടനം, മാലേഗാവ് സ്ഫോടനം, അജ്മീർ ബ്ലാസ്റ്റ്, സംജോത എക്സ്പ്രസ് സ്ഫോടനം, ഇങ്ങനെ കുറേ അധികം സ്ഫോടനങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്. ഇതിലെല്ലാം സംഭവിച്ച ഒരൊറ്റ പാറ്റേണാണ്. മാധ്യമങ്ങൾ ആദ്യം കുറേ അധികം കഥകളുണ്ടാക്കും, കുറേ അധികം നിരപരാധികൾ ജയിലിൽ പോകും, ഒരു 10-15-20 വർഷം കഴിഞ്ഞ് ഇവരൊക്കെ കോടതി തിരിച്ചുവിടും. ഇതിനിടയ്ക്ക് വലിയ വെളിപ്പെടുത്തലുകളുണ്ടാവും. ഇത് ആ ടെററിസം അല്ല, ഈ ടെററിസം ആണെന്ന് വെളിപ്പെടുത്തലുണ്ടാവും. അവരെയും കുറേ കഴിയുമ്പോൾ കോടതി വെറുതെ വിടും. യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തത് ആരാണെന്നുള്ളത് ഇപ്പോൾ ദുരൂഹമാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള 2000 മുതൽ ഈ സമയം വരെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ആരാണ് നടത്തിയതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നത് വസ്തുതയാണ്. എങ്കിൽ ഇതിലെങ്കിലും ഒരു അന്വേഷണം ഉണ്ടാവണം, നമുക്ക് ആശ്വസിക്കാം.